ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വാക്കിനെക്സ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാ തവണയും നമുക്ക് എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം? നമ്മുടെ ബോഡിയിൽ നമ്മൾ പോലും അറിയാണ്ട് അതായത് നമ്മൾ പറയാണ്ട് അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അല്ലാണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു, അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ എന്തുണ്ട്, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ബ്രീത്തിങ് കൂടുന്നുണ്ട്, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരും. അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ നമ്മൾ പോലും അറിയാണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഫങ്ഷൻസ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പെരിഫറൽ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ആര്, അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ആര്, നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ആരൊക്കെയാണ്? സിമ്പറ്റിക് നെർവസ് സിസ്റ്റവും വരുന്നുണ്ട്, അതുപോലെ തന്നെ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റവും വരുന്നുണ്ട്. അതായത് സിമ്പറ്റിക് നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ പാരാസിമ്പറ്റിക് നാഡീ വ്യവസ്ഥ വരുന്നുണ്ട്. അപ്പം സിമ്പറ്റിക് നാഡീ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അതായത് നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസ് അല്ലെ, നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ നമ്മുടെ ബോഡീനെ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നാഡീ വ്യവസ്ഥയാണ് ആര്, നമ്മുടെ സിമ്പറ്റിക് നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സിമ്പറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളൊരു പട്ടി എന്ത് ചെയ്തു, കടിക്കാനായിട്ട് ഓടിച്ചിട്ടു, അല്ലെങ്കിൽ പട്ടി ഇങ്ങനെ നിങ്ങൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് എന്താണ്, നിങ്ങളൊരു പട്ടി ഇങ്ങനെ കടിക്കാനായിട്ട് പുറകെ ഓടി വരുന്നു. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കോ, കൂളായിട്ടോ, ഓക്കെ പട്ടി വന്ന് എന്നെ കടിച്ചിട്ട് പോടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കോ? ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നും, പേടി തോന്നും അല്ലെ. പെട്ടെന്ന് നിങ്ങൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഓടും, അല്ലെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അതിനനുസരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും അല്ലെ. അത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്, ആ ഒരു റെസ്പോൺസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സിമ്പറ്റിക് സിസ്റ്റം അതായത് സിമ്പറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പാരസിമ്പറ്റിക് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് അല്ലെ, റൊട്ടീൻ ആയിട്ട് നമ്മൾ പോലും അറിയാണ്ട് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആ ഫങ്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഫങ്ഷൻസിനൊക്കെ നടത്തുന്നത് ആരാണ്? ഈ പറയുന്ന പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പറ്റിക് സിസ്റ്റവും പാരാസിമ്പറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇമേജ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ സിമ്പറ്റിക് സിസ്റ്റം എന്താണ്, നമ്മൾ ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സിമ്പറ്റിക് സിസ്റ്റം വരുമ്പോഴേക്കും എന്താണ്, നമ്മുടെ അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പൊ മിസ് പറഞ്ഞു പട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പാമ്പിനെ കണ്ടു, പേടിച്ചു, പാമ്പ് ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നും, പേടി തോന്നും അല്ലെ. നിങ്ങളുടെ ചിലപ്പോ നിങ്ങൾക്ക് എന്താണ് സലൈവയൊക്കെ എന്ത് ചെയ്യും, എന്താ പറയാ, സലൈവയൊക്കെ എന്ത് ചെയ്യും, ഡിക്രീസ് ആവും അല്ലെ. ഉമ്മുനീര് വായിൽ ഇങ്ങനെ വറ്റുന്ന പോലെ ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടും, നിങ്ങളുടെ ബ്രീത്തിങ് കൂടും അല്ലെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഓടി മാറാൻ വേണ്ടിയിട്ട് ചെയ്യുമല്ലോ, ഓടി മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ഈ സിമ്പറ്റിക് സിസ്റ്റം വരുമ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായി, അപ്പൊ എന്ത് സംഭവിക്കും, നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്ത് ചെയ്യും, ഡൈലേറ്റ്സ് ചെയ്യും അല്ലെ, അതായത് വികസിക്കും. അതുപോലെ എന്ത് ചെയ്യും, നിങ്ങളുടെ അതായത് സിമ്പറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, പേടി, അങ്ങനെ ഓർത്താൽ മതി. പാരാസിമ്പറ്റിക് എന്ന് പറയുമ്പോഴോ റിലാക്സ് ആവുന്നു. അപ്പൊ പാര റിലാക്സ്, സിമ്പറ്റിക് എന്താണ്, പേടി. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റില്ല. അപ്പൊ പേടി വരുമ്പോ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കും, നിങ്ങളുടെ കൃഷ്ണമണി എന്ത് ചെയ്യും, ഡൈലേറ്റ്സ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ വായിൽ എന്ത് ചെയ്യും, ഉമിനീര് ഡിക്രീസ് ചെയ്യും അല്ലെ, ഡിക്രീസ് ആവും. അത് ഡിക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ. അതുപോലെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും, കൂടും അല്ലെ. ആ സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ബ്രീത്തിങ്ങും കൂടുന്നുണ്ട് അവിടെ അല്ലെ. നമുക്ക് ഓക്സിജൻ ആവശ്യമാണ് അല്ലെ. അപ്പം ഹാർട്ട് ബീറ്റ്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ ലങ്സ് എന്ത് എക്സ്പാൻഡ് ചെയ്യും, അവിടെ നിങ്ങളുടെ ബ്രീത്തിങ്ങും കൂടി എന്ത് ചെയ്യും,
ഇൻക്രീസ് ആകും അല്ലെ. അപ്പൊ ലെങ്സ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൈജഷൻ എന്ത് ചെയ്യും, അവിടെ ഇപ്പൊ നമുക്ക് ഡൈജഷൻ അല്ല ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം അല്ലെ, നിങ്ങൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ദഹനം എന്ത് ചെയ്യും, കുറയും അല്ലെ. സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ആകും. അതുപോലെ പെരിസ്റ്റലൈസസ് അതിന്റെ പ്രോസസ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ യൂറിൻ എന്ത് ചെയ്യും, യൂറിൻ റീറ്റെയിൻ യൂറിൻ ചെയ്യും അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ സംഭവിക്കുക, നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പാരസിമ്പറ്റിക് സിസ്റ്റം അല്ലെ. പാരസിമ്പറ്റിക് സിസ്റ്റം വരുമ്പോൾ എന്താണ്, നിങ്ങളുടെ ബോഡി, അതായത് നിങ്ങളുടെ കണ്ണ് എന്ത് ചെയ്യും, കോൺട്രസ്റ്റ്, അതായത് ചുരുങ്ങും. അതുപോലെ തന്നെ ഉമ്മനീര് എന്ത് ചെയ്യും, ഉൽപാദനം കൂടുന്നു. അത് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണല്ലേ, എവിടെയെങ്കിലും നിങ്ങൾ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പട്ടി നിങ്ങൾ ഓടിച്ചിട്ട്, മിസ് പറഞ്ഞില്ല ആദ്യമേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി ഇങ്ങനെ രക്ഷപ്പെട്ടു ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണല്ലേ, ആ സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്ത് ചെയ്യും, ചുരുങ്ങുന്നു. അതുപോലെ തന്നെ ഉമ്മനീര് എന്ത് ചെയ്യും, ഉൽപാദനം കൂടുന്നു. അതുപോലെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നു, കൂടിയിരുന്നു അല്ലെ, അതെന്ത് ചെയ്യും, റിലാക്സ് ആവും, ബോഡി റിലാക്സ് ആവണം. അപ്പൊ എന്താ പറയാ, ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ അവസ്ഥയിൽ വരും അല്ലെ, അത് കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ലങ്സ് ബ്രീത്തിങ് എന്ത് ചെയ്യും, അതും നോർമൽ ആവാണ്. അപ്പൊ അതെന്ത് ചെയ്യും, ലങ്സ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ആയിരുന്നു നമ്മുടെ സിമ്പറ്റിക് സിസ്റ്റം വന്നപ്പോ അല്ലെ, അതെന്ത് ചെയ്യും, ചുരുങ്ങും. അതുപോലെ തന്നെ ദഹന പ്രക്രിയ എന്ത് ചെയ്യും, നോർമൽ ആകും. അതായത് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ നടക്കും. അതുപോലെ തന്നെ പെരിസ്റ്റലൈസസിന്റെ എന്ത് ചെയ്യും, പ്രോസസ് ഇൻക്രീസ് ആവും. അതുപോലെ നിങ്ങളുടെ യൂറിനേഷൻ, അതായത് നിങ്ങളുടെ യൂറിൻ എന്ത് ചെയ്യും, എംപ്റ്റി ആവും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴും അതുപോലെ തന്നെ റിലാക്സ് ആകുമ്പോൾ, നമ്മുടെ ബോഡി റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാരാസിമ്പറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ബോഡിയിലുള്ള ചേഞ്ചസും അതുപോലെ സിമ്പറ്റിക് സിസ്റ്റത്തിലുള്ള ബോഡിയിൽ വരുന്ന ചേഞ്ചസും എന്ത് ചെയ്യുക, മറക്കാണ്ട്, നല്ല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ മക്കളെ അത്രയുള്ള ഈ ഒരു ടോപ്പിക്കില്, അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.